അസ്സലാമലൈക്കും. ഇനി നമ്മൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഈ ചീസ് സോസാണ്. അതിന് നമ്മൾ ആദ്യം കുറച്ച് ബട്ടറിലോട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല തിക്കായി വരുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആ പാലൊന്ന് മിക്സ് ചെയ്ത് വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ഷീറ്റ് പോലത്തെ ചീസായാലും ഓക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അല്ലാതെ ഒന്ന് മെൽറ്റ് ആവണം. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ടാവും. ദെൻ ഇതിലേക്ക് നമ്മൾ ഉപ്പ്, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ ഒത്തിരി പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ചീസ് സോസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ ഈ ഒരു ചീസ് സോസിന്. വളരെ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആ സ്പ്രെഡിൽ ഒഴിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇത് വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് കുഞ്ഞ് പീസാക്കിയിട്ടുള്ളത് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു. ദെൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചീസ് സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. ദെൻ ബാക്കി നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി.